ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള ഫീസി ടോക്സ്. സോ കുറച്ച് അധികം ദിവസമായി നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കോൾഡൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ മാറിയിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇടല് നടക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ മാറിയത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ വെസ്റ്റ് ബംഗാളിലെത്തി. കേരളത്തിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലോട്ട് വേണ്ടി ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കമൻസും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അവിടെ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല, കേരളത്തിലോട്ട് വരില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രെയിൻ വഴിയായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ദിവസത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. ഒരു 1.5 ദിവസം. ഒരു ഇന്ന് കയറി കഴിഞ്ഞാൽ നാളെ ഉച്ച ആ ഒരു സമയത്ത് ഇവിടെ എത്തും. ഇവിടെ എത്തിയത് ജോലി കിട്ടിയിട്ടാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോലി എനിക്ക് കിട്ടിയിട്ടല്ല, ഹസ്ബൻഡിന് ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. ആള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ഫർ കേരളത്തിലോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് അതുവരെ ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു ലെവലിലാണ്. പിന്നെ PSC എക്സാംസ് ഒക്കെ എഴുതുന്നില്ലേന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം സമയത്ത് നാട്ടിൽ പോയിട്ട് എഴുതും എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എനിക്ക് എഴുതാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. മാക്സിമം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് റൂം ടൂർ ഒക്കെ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂം ടൂർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ വരും വീഡിയോസിൽ കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഇതിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തു വെച്ച ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതോ ഒരു പാലമാണ്, അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. ഇവിടെ അടിപൊളിയാണ്, സെറ്റാണ്. നമ്മൾ കേരളത്തിലെ പോലെ എന്താ പറയുക, പറഞ്ഞ പോലെ തെങ്ങും കാര്യങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ക്ലൈമറ്റ് സോ ഗുഡാണ്. കാരണം ഞങ്ങൾ വന്ന ആ ഒരു ദിവസം ഇവിടെ കുറച്ച് ചൂടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല. പക്ഷെ അടിപൊളിയാണ്. ഇപ്പൊ മേലെ ഫ്ലാറ്റിൽ നിന്ന് ഉള്ള വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ അടിപൊളിയാണ്, സൂപ്പറാണ്. അത്ര ചൂടോ, കേരളത്തിൽ അത്ര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ഇന്ത്യയിൽ ഫസ്റ്റ് അരുണാചൽ പ്രദേശിലാണല്ലോ സൂര്യൻ ഉദിക്കണതൊക്കെ. അപ്പൊ ഇവിടെ 4:45, 5 മണിയാകുമ്പോൾ തന്നെ നല്ലോണം വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരത്തെ എണീച്ചിട്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് മണിക്കൂറുകൾ കൂടുതലായിരിക്കും. കേരളത്തിലാകുമ്പോൾ നമുക്ക് ഒരു 6 മണി ആ ഒരു സമയത്തൊക്കെ എണീച്ച് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കാതിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഒരു 4:45, 5 മണിയാകുമ്പോഴത്തേനും വെളിച്ചമൊക്കെ വന്ന് നമ്മൾ എണീച്ചിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് എണീച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 5:45 ആ സമയത്തുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു ഞാനപ്പോൾ ആ ടെറസിന്റെ മേലെ പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. സോ അത്രയും നേരത്തെ സൂര്യൻ വരും, നേരത്തെ പോവുകയൊക്കെ ചെയ്യും ആള്. അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിക്ക് ഇപ്പൊ വീട് പുതിയതായിട്ട് എടുത്തതുകൊണ്ട് ഫ്ലാറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറേ സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, 2 ദിവസം അല്ല, പിറ്റേ ദിവസം തന്നെ ഇപ്പോട്ട് കൽപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഷോപ്പിങ്ങിന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഒന്നേന്ന് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങണം. യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടലില്ല. ഒന്നാമതൊന്ന് സെറ്റ് ആയിട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം അത് വാങ്ങിച്ചിട്ട് പിന്നെ വീഡിയോസ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ അതുവരെ കുറച്ച് ബ്രേക്ക് എടുത്തതിന് പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണ പോലെയാവും യൂട്യൂബ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറച്ച് ഇടാൻ വിചാരിച്ചു. പറഞ്ഞ ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവാണ് ഇവിടെ. നമ്മൾ കേരളത്തിൽ അപേക്ഷിച്ചിട്ട് ഡ്രസ്സിനാണെച്ചാലും എന്ത് സാധനങ്ങളാണെച്ചാലും ഇപ്പൊ ഈവൻ പച്ചക്കറി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാത്തിനും ഓൾമോസ്റ്റ് നല്ല വില കുറവാണ്. അതുകൊണ്ട് എനിക്ക് സാധനം വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വില കുറഞ്ഞ് കിട്ടുമല്ലോ. ലൈക്ക് അങ്ങനെയുണ്ട്. കുറെ പാത്രങ്ങളും പ്ലേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്ലേറ്റോ 2 പ്ലേറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് പ്ലേറ്റ്, ഇങ്ങനത്തെ ഡവറുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ്, അങ്ങനത്തെ സ്പൂണ്, അങ്ങനെ കുറേ വാങ്ങിക്കേണ്ടായിരുന്നു. അതുപോലെ അടിച്ചു പറഞ്ഞ ചൂല്, മോപ്പൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അതിനൊക്കെ വേണ്ടി പോയപ്പോ അത് കണ്ട ഈ പ്ലേറ്റിന് 39 രൂപയേ ഉള്ളൂ. ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാ, ലൈക്ക് 39, 65 അങ്ങനെ ഓരോ വർക്കിനനുസരിച്ചിട്ട് ഓരോ റേറ്റ് അങ്ങനെയായിരിക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ 2 പ്ലേറ്റ് ഒക്കെ ഞാൻ എടുത്തു. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതിട്ടോ. ഞാനിപ്പോ പെട്ടെന്ന് ഈ ഒരു ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആയി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ. ഇതിടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ എനിക്ക്
ഒന്നുമില്ല. എപ്പോഴും വീഡിയോ എടുക്കുക അങ്ങനെ ആക്കി വന്ന് ഇവിടെ വന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കോൾഡും കാര്യങ്ങളൊക്കെ പിടിച്ചു. ഞാൻ വരും വിചാരിച്ചതായിരുന്നു, നേരത്തെ വരുന്ന് വിചാരിച്ചില്ല. അപ്പൊ പിന്നെ അത് കൂടെ മാറിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ലൈക്ക് മാറിയിട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ ഷോർട്ട് കുറച്ചായിട്ട് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ 10th പ്രിലിംസിന്റെ ഡേറ്റ് ഒക്കെ വന്നു. ഫസ്റ്റും സെക്കൻഡും സ്റ്റേജും ഒരേ ദിവസമാണ്. അപ്പൊ എല്ലാവരും പെൻഡിങ് ഉള്ളവരും പഠിക്കുക, ഇനി ഇപ്പോഴും പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദിവസങ്ങളുണ്ട്. ജൂലൈയിലാണ് എക്സാം. അപ്പോൾ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പഠനം ആരംഭിക്കുക. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ ഇടാം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാം, നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. പിന്നെ ടെലിഗ്രാമിൽ ഞാനിപ്പോൾ PDF ഇടുന്നില്ല, കാരണം ആപ്പിൽ എന്തോ PDF ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ടെലിഗ്രാമിൽ ഞാൻ PDF ഇടാത്ത, ടൈം ടേബിൾ മാത്രം ഇടാത്ത. ആപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, PDF എല്ലാം ഇതുവരെ ഇടാത്ത, ഓൾറെഡി അതിൽ PDF ഉണ്ട്, നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് PDF ആക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഓരോ PDF ആക്കി ഇടുന്നത്. ഓക്കെ. ഇതിപ്പോ ഈ കാണിച്ച ക്ലാസ്സിനൊക്കെ വെറും 30 രൂപയുള്ളൂ കേട്ടോ. കണ്ട ഭംഗിയില്ലേ? ഓക്കെ. അപ്പോ ഓരോ ദിവസമായിട്ട് PDF ഞാൻ ഇടാം. ഓക്കെ അല്ലേ? അപ്പൊ അത് എന്തോ ടെക്നിക്കൽ എറർ ആണ്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇതുവരെ ഇട്ട 4-5 ദിവസത്തെ ടൈം ടേബിൾ ഉണ്ട്, അതിന്റെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു മൊത്തത്തിൽ ഒരു ദിവസം PDF ആക്കിയിട്ട് ഞാൻ അങ്ങ് ഇടാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്, ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇനിയിപ്പോ എക്സാം ആയി, കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 11-ാം തീയതി ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ കമന്റിൽ റിപ്ലൈ കൊടുത്തു, ഡേറ്റ് കഴിഞ്ഞു എന്ന്. അപ്പൊ ആൾ അയ്യോ പറഞ്ഞിട്ടിരിക്കണ്ടായിരുന്നു, ഇനി 3 വർഷം കഴിഞ്ഞിട്ട് വേണ്ട എക്സാം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈക്ക് കൺഫർമേഷൻ ഒക്കെ വരുമ്പോ അതൊക്കെ കൊടുക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. ഇപ്പൊ വീട്ടിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രീന്റെ എക്സാം ആവാനായി. പിന്നെ അങ്ങനത്തെ ഓരോ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഓരോരോ പെട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ ഞാനത് അൺബോക്സ് ചെയ്യും, അതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ തന്നെയാണ് വീട്ടിലുള്ള പണി. പിന്നെ നമുക്ക് ഇവിടെയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള ടൈം കുറച്ച് കൂടുതലായി കിട്ടും. ആളൊരു 8 മണിയാകുമ്പോഴേക്ക് വരുള്ളൂ. ആ സമയം വരെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ സെറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. 10th പ്രിലിംസിന് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ചെറിയൊരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലാവും, ഇവിടെ ഫ്ലൈറ്റ് എന്താ പോവാണ് തോന്നുന്നു. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും പഠിച്ച് നിങ്ങൾ തുടങ്ങുക. ഇനി ഇതുപോലത്തെ ഒരു ചാൻസ് വരുമോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. അപ്പോ പഠിക്കാത്തവരെന്ത് ചെയ്യാം, സിലബസിൽ എപ്പോഴും നമുക്ക് വരാവുന്ന ഓരോ ഏരിയാസ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ PYQ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ. ഞങ്ങളൊന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും, നല്ല വില കുറവിൽ മീനൊക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കൗതുകമായി, ഇങ്ങനെ വാളൊക്കെ കാലിൽ ഇങ്ങനെ വെച്ചിട്ട് മീന് വെട്ടി കൊടുക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടു കൂടി എടുത്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്യണത് എൻ്റെ പഠിക്കാനുള്ള ബുക്കാണ്, കൊറിയറായിട്ട് അയച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ അല്ലേ? ബൈ ബൈ. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ.